ഹായ്. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവാം. വീഡിയോ ഷൂട്ട് ചെയ്തതിലാണെങ്കിലും എഡിറ്റിങ്ങിലാണെങ്കിലും സംസാരിക്കുന്നതിലാണെങ്കിലും ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളുടെ പോലെയുള്ള ഒരു കാര്യങ്ങളായില്ല ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നി അതൊന്നും ഒരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെങ്കിലോ, ഒരു വീട്ടിലെ ഒരു ഹോം മേക്കർ എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ള രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതാ പാത്രമൊക്കെ കഴുകി അടുക്കളയുടെ സിങ്കും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി. ഇപ്പോൾ ചോറിനുള്ള അരി കഴുകാണ്. സാധാരണ ഞാനിവിടെ റേഷൻ്റെ അരിയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ചോറ് ഞാൻ അടുപ്പത്തല്ല ഗ്യാസിലാണ് വെക്കാറ്. കാരണം ഞങ്ങളിവിടെ കുറച്ച് പേരേ ഉള്ളൂ. എൻ്റെ 2 കുട്ടികളും പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അതുകൊണ്ട് തന്നെ കുറച്ചരി മതി, അതിന് ഞാൻ അടുപ്പ് കത്തിക്കാറൊന്നുമില്ല. പിന്നെ ഇതാ വാഷിംഗ് മെഷീനിൽ തുണികളിട്ടിരുന്നു. 2 ദിവസം കൂടുമ്പോഴാണ് ഇടാറ്. കാരണം ഓരോ ദിവസം ഇട്ടിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് ഭയങ്കര ഹൈ ആണ് ഇവിടെ, എന്താണെന്നറിയില്ല. അപ്പോൾ ഈ കാര്യമായിട്ട് വാഷിംഗ് മെഷീൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, വേറെ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. മിക്സി പോലും ഇടയ്ക്ക് ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ കറണ്ട് ബില്ല് വരുമ്പോൾ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ, എന്നാലും കറണ്ട് ബില്ല് വരുമ്പോൾ അത് എല്ലാ മാസവും ഒരു 800-ന് മുകളിൽ പോകണം. അപ്പോൾ ആൾ റീഡിങ് എടുക്കാൻ വരുന്ന ആളെന്നെ ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ എത്ര കറണ്ട് ബില്ല്, നിങ്ങൾ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ, എന്തെത്ര തോന്നിയെന്ന്. എന്താ പറയുക, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഞാൻ എന്നിട്ട് KSB ഓഫീസിലൊക്കെ പോയി നോക്കി ചോദിച്ചു നോക്കുമ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അത് മെഷീനാണ് ദിവസം ഓണാക്കാറ്. അപ്പോൾ അതുകൊണ്ട് മെഷീൻ്റെ വർക്ക് ചെയ്യുന്ന സമയം കുറച്ചു. ഇപ്പോൾ ഞാൻ പുറത്താണ് കേട്ടോ അയൽ. അപ്പം അയൽ പുറത്ത് ഷീറ്റ് ഇട്ടിട്ട് അയൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അയലിൽ കൊണ്ടുപോയിട്ട് വിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് എൻ്റർ ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ കാര്യങ്ങളും പിന്നെ അതിലെങ്ങനെ വോയിസ് എഡിറ്റിങ്ങിൻ്റെ വശങ്ങളും പിന്നെ അതിൽ ഓരോ ആളുകളുടെയും യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ അവരെങ്ങനെയാണ് വോയിസ് കൊടുത്തിരിക്കുന്നതൊക്കെ നോക്കിയിട്ട് നമ്മളത് ചെയ്യാൻ നേരത്താണ് ആലോചിക്കുന്നത് എന്തോരം പണിയാണിത്, എത്ര റിസ്ക്കുള്ള ഒരു കാര്യമാണ് ഈ യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്നതും എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും അതിന് വോയിസ് കൊടുക്കുന്നതും അത് ശരിയാണോ ശരിയായില്ലേ എന്ന് 4-5 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾ എത്രത്തോളം എഫോർട്ട് എടുത്തിട്ടാവും അവരുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഇടുന്നത് എന്ന് ഞാൻ ഇപ്പോൾ ആലോചിച്ച് പോവുകയാണ്. അപ്പോൾ അത് ശരിക്കും അവരെ നമിക്കുക തന്നെ വേണം. അപ്പോൾ കാരണം ഇതിൽ സക്സസ് ആയ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ ശബ്ദം കൊണ്ടാണെങ്കിലും അവരുടെ വീഡിയോയുടെ ക്ലാരിറ്റി കൊണ്ടാണെങ്കിലും ഒക്കെ സക്സസ് ആയ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇൻകം കിട്ടി തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അപ്പോൾ എത്രത്തോളം അവർ എഫോർട്ട് എടുത്തിട്ടുണ്ടാകും, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും. അവരിപ്പോൾ ഇന്ന് കാണുന്ന ഒരു ഇൻകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഏണിങ്സിലേക്ക് അവരെത്തണമെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ഒരു ഈ വീട്ടമ്മമാർക്കൊരു എഡിറ്ററെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ അതിന് മാത്രമായിട്ട് ഒരാളെ പൈസ കൊടുത്തിട്ട് നിർത്തുക ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഇവരുടെ ഉള്ള സമയത്തിൽ നിന്ന് ഒരു പകുതി ഭാഗം അവരെന്ത് ചെയ്യാണ്, എഡിറ്റിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്, അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ കമൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അനലിറ്റിക്സ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അവർ ശരിക്കും ഈ വീട്ടമ്മമാരെന്ന് പറയുന്നത് ഇത് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്ന ഓരോ വീട്ടമ്മമാരും ശരിക്കും അവർ ഇതിൽ നിന്നുള്ള ഇൻകത്തിന് അർഹരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും റിസ്ക് അവരെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓരോ വീട്ടമ്മമാരും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയം വെറുതെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയം ഒരാളോട് സംസാരിക്കാനില്ല, ഒന്നും പറയാനില്ല, വെറുതെ ഇരിക്കുന്ന ഒരു സമയം എൻഗേജ്ഡ് ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അതായത് ഒരു വീഡിയോ ഇട്ട് നോക്കാം എന്നുള്ള രൂപത്തിലേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് ബാക്കിയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളതിൽ എൻഗേജ്ഡ് ആവുമല്ലോ. പിന്നെ നമുക്ക് അറിയാത്തതാണെങ്കിൽ നമ്മൾ അറിയണം അല്ലെങ്കിൽ അത് പഠിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സമയം നമ്മളതിൽ എൻഗേജ്ഡ് ആവണം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുള്ള സമയത്താണെങ്കിൽ പോലും, ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ല കേട്ടോ, ഈ വീഡിയോ എടുക്കുന്ന ദിവസം സ്കൂളൊന്നുമില്ല, അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്തായിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ
എന്താ പറയുക, നമ്മൾ ഫ്രീ ആണ്. ഒരു ഉച്ച വരെ നമുക്ക് ജോലിയുള്ളൂ. ഉച്ച വരെ ഇല്ലേ, ഒരു 11 മണി കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ ആ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റിയ ഓരോ വീട്ടമ്മമാർക്കും ക്ലാരിറ്റിയിലൊരു ഫോൺ ഉണ്ടെങ്കിൽ എൻഗേജ്ഡ് ആവാൻ പറ്റിയൊരു നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് യൂട്യൂബ് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് കൺസെൻറ്റ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്തതും ഇതിന് വോയിസ് കൊടുക്കുന്നതും പിന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ചിലരൊക്കെ പുതിയതായിട്ട് ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇതിപ്പോൾ ആരാണെന്ന് വെച്ചിട്ടൊന്ന് തുറന്നു നോക്കും. അപ്പോൾ അത് അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ പറയാമെന്നുള്ള രൂപത്തിലാണ് ഞാനിത് പറഞ്ഞത്. നമുക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞിട്ട് അത് റെഡിയാക്കാം, അല്ലെങ്കിൽ ആദ്യം തന്നെ എല്ലാവരും അറിയട്ടെ എന്നുള്ള രൂപത്തിലാണ് ഞാനിതെല്ലാം പറഞ്ഞത്. അപ്പോൾ ഇന്ന് ചെമ്മീനാണ് കറി വയ്ക്കാൻ കിട്ടിയത്. അപ്പോൾ ഞാൻ ചെമ്മീൻ നന്നാക്കുമ്പോൾ എൻ്റെ കൂടെ മോളും വന്നിട്ട് നന്നാക്കാൻ നോക്കുകയാണ്. ഒരു ചെമ്മീൻ അവളുടെ കയ്യിൽ കുത്തി, ചെമ്മീൻ്റെ ഇതുണ്ടല്ലോ, അത് കയ്യിൽ കുത്തിയപ്പോൾ പിന്നെ അവളത് അവിടെ നിന്ന് മെല്ലെ രംഗത്ത് നിന്ന് പിൻവലിയ നീക്കമാണ് നടത്തുന്നത്. ചെമ്മീൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീൻ ഫ്രൈ ചെയ്താലും ചെമ്മീൻ കറി വെച്ചാലും അവൾക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അവളുടെ മൂത്ത ഒരു മോളുണ്ട്, അവൾക്ക് തീരെ ഇഷ്ടമല്ല. അവൾ പറയും ഞാൻ ചെമ്മീൻ കണ്ടാൽ വേഗം വാങ്ങിക്കും, കാരണം ഇവൾക്ക് നല്ല ഇഷ്ടമാണല്ലോ വിചാരിച്ചിട്ട് വാങ്ങിക്കും. അപ്പം മൂത്താൾ പറയും ഇത് എന്നും ഈ ചെമ്മീനേ ഉള്ളൂ എന്ന് ചോദിക്കും. ഇയാൾ 1-ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്, മൂത്താൾ 4-ാം ക്ലാസ്സിൽ. എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. ഒരാൾ 1-ാം ക്ലാസ്സിലും ഒരാൾ 4-ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഉച്ച സമയം ആവാറായി. ചെമ്മീൻ കറി വയ്ക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നന്നാക്കുന്നത്. പിന്നെ മോളെന്തോ എടുത്ത് കയ്യിൽ തരുന്നുണ്ട്, അവിടെ നിന്ന് എന്തോ കിട്ടിയത് കയ്യിൽ തരുകയാണ്. അപ്പോൾ ഞാനത് അവളോട് അവിടെ തന്നെ വയ്ക്കാൻ പറയുകയാണ്. അവൾ ഭയങ്കര കമ്പനിയാണ്, സഹായിക്കാനൊക്കെ വരും. ഇപ്പം നമ്മളെന്തെങ്കിലും നന്നാക്കുകയാണെങ്കിലും പിടിക്കുകയാണെങ്കിലും 100 ക്വസ്റ്റ്യൻസാണ്, സംശയങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചോറ് അടുപ്പത്താണ് വയ്ക്കാറ്. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്, ഉമ്മ അത് ഊറ്റി വെച്ചിട്ടുണ്ട്. ചോറ് അടുപ്പ് ഞാൻ കത്തിക്കാറില്ല, കാരണം ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. പിന്നെ സാധാ റേഷൻ്റെ അരിയാണ്, അതാണെങ്കിൽ ഗ്യാസിൽ വേഗം വേവുകയും ചെയ്യും. തന്നെയല്ല, എനിക്ക് ഒരു ഗ്യാസിൻ്റെ കുറ്റി എന്ന് പറയുന്നത് 3 മാസമൊക്കെ പോകും, 2.5 മാസം എന്തായാലും പോകും. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം അത് കത്തിച്ചുണ്ടാക്കണം. പിന്നെ അത് എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കത്തിക്കുമ്പോഴും പുക വരുമ്പോഴൊക്കെ അത് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലുണ്ടാക്കും. അപ്പോൾ ഞാനതുകൊണ്ട് അടുപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഗ്യാസിൽ തന്നെ എല്ലാ സാധനങ്ങളും വെക്കാറാണ് പതിവ്. പിന്നെ രാവിലെ ചായക്ക് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്, അതാണ് അതിന് തൊട്ടപ്പുറത്ത് ഇഡ്ഡലി ചെമ്പ് ഇരിക്കുന്നത്. ചെമ്മീനൊക്കെ നന്നാക്കി ഇനി അത് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ആവശ്യമായ സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് റോസ്റ്റാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ സ്കൂളില്ലാത്ത ദിവസമാണ്, അപ്പോൾ ഭയങ്കര വിശപ്പാണ് കുട്ടികൾക്ക്. സമയം 12 മണിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പിന്നെ ഒരു വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യും.